മുളന്തുരുത്തി ചാക്കോച്ചൻ അല്ല, മുളന്തുരുത്തേൽ ചാക്കോച്ചൻ മകൻ ചാർലി, ചാർലി ചാക്കോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല ഐശ്വര്യമുള്ള മുഖം. ചുമ്മാ പെടലിരിക്കാതെ ഉളുക്കും. എന്താ സൂഹിച്ചില്ലായിരിക്കും? തരിക്കടില്ല. നീ അവിടെ നിന്ന് മാറി നിൽക്ക്. അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. ചേട്ടാ ഒരു അഭിപ്രായം പറയാൻ മേലെന്ന് വെച്ചാ നീ ഇവിടെ ഒരു അഭിപ്രായം പറയണ്ട, അങ്ങോട്ട് മാറി നിൽക്ക്. എടി ഇവന്റെ ബസ് എപ്പോഴാ? ഇന്ന് ബസ്സില്ല. ബസ് ഉണ്ടല്ലോ 6:30 മണിക്ക്, ചങ്ങനാശ്ശേരി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്. അല്ല, അളിയൻ നാളെ ചങ്ങനാശ്ശേരി കാറി പോകുന്നില്ലേ? നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ നാളെ ചങ്ങനാശ്ശേരിക്ക് പോകുന്നില്ല. അല്ല, ഈ കാറിൽ പോകുന്നതിലും ഭേദം ബസ്സിൽ പോകുന്നതാ, ചെലവ് ചുരുക്കാവല്ലോ. എന്നാലേ ഇന്ന് ഞാൻ പോകുന്നില്ല. എന്നാലോ കിട്ടിച്ചാ, ഇത് ഇഷ്ടമായെന്ന് ഒന്ന് നോക്കിക്കേ. എടോ ഞാനല്ലല്ലോ, അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. ഈ മുഖം കണ്ടാൽ ആരാ ഇഷ്ടപ്പെടാതിരിക്കുക? സുമുഖൻ, സുന്ദരൻ, സ്വഭാവശുദ്ധൻ, സൽസ്വഭാവി, വിമല ഹൃദയൻ, ഉദാരമനസ്കൻ, ഉന്നത കുലജാതൻ, ആരോഗ്യവാൻ. ഇതിൽ പറയുന്ന എന്തോ വേണം. പിന്നെ കുറ്റം പറയണമെങ്കിൽ പറയാം. ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് ഏലക്ക തിന്നും. അതെന്തിനാടോ? ശുദ്ധമായ ഉച്ഛ്വാസവായുവിന് മണമടിക്കാതിരിക്കാൻ. മണോ? അല്ല, ഈ മണോന്ന് വെച്ചാ ആഹാരത്തിന് മുമ്പ് ആമാശയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം. റെഡ് ലേബിൾ, ബ്ലാക്ക് ടേബിൾ, മാറ്റ് ടേബിൾ, ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് ഇത് കുറേശ്ശെ കഴിക്കും. കൊള്ളാവോ ഇട്ടിച്ചായ? ഇതെന്താടോ, ചെറുക്കന് മുഖം മാത്രമേ ഉള്ളൂ, കഴുത്തിന് കീഴ്പോട്ട് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഉടലെന്തിരിക്കുന്നു ഇട്ടിച്ചായ? മുഖമല്ലയോ മനസ്സിന്റെ കണ്ണാടി. എന്നാലും അതല്ലല്ലോടോ, ഉടലില്ലാത്തോണ്ട് കാഴ്ചക്ക് ഒരു ഭംഗി പോരാ. ഇട്ടിച്ചായോ, ഇങ്ങോട്ടോക്കേ. സ്ത്രീധനമായിട്ട് ഒരു നയാ പൈസ വേണ്ട, ഒരു തുണ്ട് ഭൂമി വേണ്ട, ഒരു പണവട സ്വർണം വേണ്ട, 100 പവൻ ഇങ്ങോട്ടിട്ട് കെട്ടുക. ഇനി ഒന്ന് നോക്കിക്കേ, വല്ല ഭംഗി കുറവുണ്ടോന്ന്. എപ്പോഴാണോ അവര് വരുന്നേ? ഒരു 100 രൂപ കഴിഞ്ഞ നീ നടക്കട്ടെ, എന്നിട്ട് തരാം. എനിക്ക് പെട്രോൾ അടിക്കണ്ടായോ? പെട്രോളിന് വില കൂടുതലാ, ബസ്സിൽ പോയാ മതി. 100 ഉലുവേ. അളിയോ ഒരു 10 രൂപ കൊടുത്തു വിട്. ഇതാരാ? അളിയന. കല്യാണം ആലോചിക്കുമ്പോ ആദ്യം നോക്കേണ്ടത് കാഴ്ചക്കുള്ള പൊരുത്ത. അറിയാമോ എനിക്ക്? ചരട് പോലുള്ള എന്റെ പെണ്ണിനെ കൊണ്ടുവന്നാണോ ഈ പൊണ്ണത്തടിയനെ? അച്ഛന് പറഞ്ഞ ചെറുക്കനെ കൊണ്ടുവരാനൊക്കൂ. അവൈലബിലിറ്റി ഇൻ ദ മാർക്കറ്റ്, അതല്ലേ കൊണ്ടുവരാൻ പറ്റൂ. താൻ എന്റെ മോളമ്മേ കണ്ടതല്ലേ? ഞാൻ മാത്രം കണ്ടാ മതിയോ? ചെറുക്കനും കൂടി കാണണ്ടായോ? മുട്ടിന് തൊടിനായി പറഞ്ഞാണ്ടല്ലോ, അടിക്കാൻ മുട്ടുകാലിയാണ് ഓടിക്കും. ഞാൻ അപ്പഴേ പറഞ്ഞില്ലായിരുന്നോ ചെറുക്കൻ ജിമ്മിൽ പോയിട്ടുണ്ട്, നല്ല ആരോഗ്യവാനാണെന്ന്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൊരിച്ചാക്കാണോടാ? അതെ, ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഫോട്ടോ നേരത്തെ കൊടുത്തയച്ചതല്ലേ? കണ്ടു മോന്ത മാത്രമുള്ള ഒരു ഫോട്ടോ കൊടുത്തയച്ചത്. മോന്ത മാത്രം? ഫുൾ സ്കാർഫ് സൈസിലുള്ള ഫോട്ടോ അല്ലേടോ തന്നെ തന്നയച്ചത്? അത് ഡയറി കൊള്ളാത്തോണ്ട് കട്ട് ചെയ്ത് തലയുടലും വേറെയാക്കി. എന്നിട്ട് ബാക്കി എവിടെ? ഞാൻ തിന്നിട്ടൊന്നുമില്ല, സൂക്ഷിച്ചു വെച്ചിരിക്കുക. ആവശ്യപ്പെട്ട കൊടുക്കാൻ. കണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ. എന്നിട്ട് ടീച്ചറിനോട് നിർബന്ധമായും ചോദിച്ചോ ഹോട്ടൽ എവിടെയാണെന്ന്? ചോദിച്ചോ? എന്റെ അങ്കിളിന്റെ ഹൃദയം പൂവാ, ചെമ്പരത്തിപ്പൂവ്. എന്റെ ചേച്ചി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാ. നിങ്ങൾ തമ്മിൽ ശാരീരികമായും മാനസികമായും എന്തൊരു പൊരുത്താ. Made for each other. एक तुझे के लिए. അങ്കിളും വലിയ നാണക്കാരനാ. ചേച്ചി ഇത്ര മോഡേൺ ആയിട്ട് മടിച്ചാലോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെന്തിരിക്കുന്നു? ചെല്ലു ചേച്ചി, ചെല്ലുന്നേ. ചെല്ല് ബിന്ദു. എന്റെ ഈശോ, എന്താവോ? ആരാ? ഞങ്ങള് വേളാങ്കണ്ണി വന്നതാ. അതിന് വേളാങ്കണ്ണി ഇതല്ലോ. മത്തായി ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ? ഏത് മത്തായി ചേട്ടൻ? നിങ്ങളെ ആരാ ഈ മുറിയിലോട്ട് പറഞ്ഞു വിട്ട്? വിളിക്കണ്ട.
ദേ ചുണ്ടില് കോഫി. ഈ കൂടിക്കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പാവം മത്തായി ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഒരു വേളാങ്കണ്ണി ടൂർ സംഘടിപ്പിച്ചത്. ഒറ്റയ്ക്കൊരു സ്ത്രീ ചെറുക്കനെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. ഓ, ഈ കാലത്ത് അങ്ങനൊന്നുമില്ല. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. എങ്ങോട്ടാ? അതൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ആ. ഞങ്ങൾ 5 പെമ്മക്കൾക്ക് ഒരു കുഞ്ഞാങ്ങളേ ഉള്ളൂ. ഓഹോ. അവൻ മസ്കറ്റില്ല. ആഹാ. ഞാനാ മൂത്തത്. എന്റെ താഴെ 4 പേരെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ. ഇനിയുള്ളത് ഞാനാ. നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്ത? അത് പിടിക്കുകയാണല്ലോ. നമ്മൾ എങ്ങോട്ടാ പോണേ? വരണം വരണം വരണം. കേറണം കേറണം വരണം. എന്തേത്? അതെ. ആ കേറണം. മത്തായി ചേട്ടാ, ദോ, മത്തായി ചേട്ടാ, വണ്ടി എടുക്കണോ? മത്തായി ചേട്ടാ. വണ്ടി എടുക്കണോ? എന്താ വണ്ടി എന്താ? വണ്ടി ഉണ്ടാവുന്ന വൃത്തിയായിട്ടവനെ എന്നാ പണിയായി ഇവൻ കാണിച്ചേ? എടാ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും പെണ്ണ് കെട്ടിയടാ കൂഴത്തൊക്കെ നീ പോയി കാട്ടാനെ കെട്ടിക്കോ. മുന്നില്ലേലും ഞാൻ പോവേ. ഹലോ, ഹൂ സ്പീക്കിംഗ്? ഞാനാ ഗീതാ കൃഷ്ണൻ. ആ, എന്ത് വേണം? മിസ്റ്റർ ചാർലി ഉണ്ടോ അവിടെ? സോറി, ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കുക? മാർഗരറ്റിന്റെ വീട്ടിൽ. അവിടെ എന്താ? ഒന്നുമില്ല, അവര് ഫ്രണ്ട്സാ. അവർ തനിച്ചിരുന്ന് ബോറടിക്കുമ്പോ വല്ലപ്പോഴും പോവാറുണ്ട്. അവിടെ വേറെ ആരുമില്ലേ? ഇല്ല, അവരുടെ ഹസ്ബൻഡ് ഷാർജയിലാ. കുട്ടികളില്ല. എപ്പോ വരും? ഇനി നാളെ രാവിലെ വരൂ. ഇതെന്താ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? നിങ്ങൾ എവിടെയും ചോദിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക. That's all. ആശായ്, നീ ഇതുവരെ വരെയും കഴിഞ്ഞില്ലേ? കഴിഞ്ഞടി. അയ്യോ, എടി കഞ്ഞി പിശുക്കി. എടി, അവര് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടോ? അയ്യോ, ടിക്കറ്റ് നാളെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെ? ദേ, നല്ല സിനിമയാ. ഇന്നലെ ഉഷ കണ്ടേ ചുഗ്രനായിട്ടുണ്ടെന്നാ പറഞ്ഞേ. അത് പേര് കേട്ടാ മനസ്സിലാവില്ലേ? മേനെ പ്യാർ കിയാ.